ഹലോ, ഇന്ന് ഞാൻ ക്രിസ്മസിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ആക്ച്വലി ഈ വ്ളോഗ് ഇടാൻ ഞാൻ ലേറ്റായി, എന്നാലും ഞാൻ ഇടുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കാണുന്നില്ല അല്ലേ? കാരണം ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പുറത്ത് നല്ല തണുപ്പാണ്, സോ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. സ്നോ വീണ അത്ര തണുപ്പില്ല, ഈ ഒരു തണുത്ത കാറ്റടിക്കും ഇങ്ങനെ വന്ന്. ആ ഒരു കോടമഞ്ഞാണ് ഭയങ്കര തണുപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ ബസ്സിൽ കയറി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫെൽക്രിഹ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പോയി നല്ല തണുപ്പായിരുന്നു. തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ അവിടെ കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ വന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഇന്ത്യൻ സ്റ്റോറിലാണ് പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിന് മുമ്പേ വിചാരിച്ചു റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്ക് പോയി എൻ്റെ ട്രെയിൻ ടിക്കറ്റും ബസ് കാർഡും ആക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ബസ് കാർഡും ട്രെയിൻ ടിക്കറ്റാക്കി നമ്മൾ കുറച്ച് ചെറുപയറും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്നു. ഇവിടെ പേയ്മെൻറ്റ് ഈസിയാണ്, ജസ്റ്റ് ഫോൺ മേലെ വെച്ച് കൊടുത്താൽ മതി, ക്ലിങ്, ഈസി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ ബൂത്ത് പോയി ഫോട്ടോസ് എടുത്തു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഫോട്ടോ ബൂത്ത് പോയി മുൻപ് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ നിന്നൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് പ്ലാൻ ഇങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിൽ നടക്കണം, നല്ലൊരു ഫോട്ടോ ലൊക്കേഷൻ കണ്ടുപിടിക്കണം, ഫോട്ടോ എടുക്കണം. ഞാനിവിടെ ക്രിസ്മസ് മാർക്കറ്റിന് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു കേട്ടോ. കാരണം ഇവരൊരു പറഞ്ഞത് വളരെ നല്ലതാണ്, ഭയങ്കര നല്ല ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങൾ നോക്കണം എന്നൊക്കെ. ഫസ്റ്റ് ടൈം ക്രിസ്മസ് മാർക്കറ്റ് നോക്കാൻ പോയപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിലാണ് പോയത്. ഇതിനേക്കാളും നമ്മളെ നാട്ടിലൊരു ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ ഉറൂസിനോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിനോ ഇഷ്ടം പോലെ കടകളും ഇതും കാണും. അത്രയൊന്നും ബ്യൂട്ടിഫുൾ അല്ല, പക്ഷേ കുഴപ്പമില്ല. കണ്ട മിററിലൊക്കെ ഞാൻ കുറച്ച് സെൽഫി എടുത്ത് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തി. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു നല്ല ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ക്രിസ്മസ് മാർക്കറ്റിൽ അടിപൊളി വ്യൂസ് ഉണ്ടാവും, അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ ഞാൻ എക്സ്പെക്റ്റേഷൻ ചെയ്ത് പോയെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു റെഡി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറി. അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങണ്ടേന്ന് വെച്ച് ഞാനാണെങ്കിൽ ഒരു കലണ്ടറും ഒരു വാട്ടർ ബോട്ടിലും വാങ്ങി. പിന്നെ ഇവിടെ വന്ന് DM എന്ന് പറഞ്ഞൊരു ഷോപ്പ്. വെറുതെ അങ്ങ് കയറി ഇങ്ങനെ നിരങ്ങി നോക്കി നിന്ന്. ഇവിടെ എന്തൊക്കെയോ സാധനമുണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ല. വെറുതെ നോക്കി ആ ഉള്ളിലൊന്ന് കയറി സാധനമൊക്കെ നോക്കിയിട്ട് വന്നു. കാരണം പുറത്തിങ്ങനെ ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും പോകണമല്ലോ. ക്രിസ്മസ് മാർക്കറ്റൊക്കെ കുറച്ച് സമയം കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് ഡേ എനിക്ക് വീനർ ഷ്നിറ്റ്സൽ കഴിക്കാൻ പറ്റിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നവരാത്രിയിൽ ഞാൻ വ്രതം എടുത്തുകൊണ്ട് എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇവിടെ വന്ന് ഇപ്പോഴാണ് വീനർ ഷ്നിറ്റ്സൽ കഴിക്കാൻ വിചാരിച്ചത്. അങ്ങനെ ഓർഡറാക്കി. ഫസ്റ്റ് സലാഡ് എത്തി. ഈ സലാഡിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. ആക്ച്വലി ഇതിന് 18 euro എന്നാണ് കാണിച്ചിരുന്നത്. ഇവിടെ വന്ന് വെയിറ്റർ ഞങ്ങളോട് എന്ത് സാധനം കാണിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ഇതും സലാഡും ഒരുമിച്ചൊക്കെ 12 euro ഉള്ളൂ. നമ്മളെ നാട്ടിലാണെങ്കിൽ പൈസ കൂട്ടാൻ നോക്കുന്നതാണെങ്കിൽ ഇവിടെ അവർ പൈസ കുറച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. വീനർ ഷ്നിറ്റ്സലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഞാൻ കഴിച്ച ശേഷം ഈ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, ഇത് ചിക്കനല്ല, ഇത് പോർക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോർക്ക് കഴിക്കുന്നത്. ഇതിനു മുമ്പ് പോർക്കൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. തിന്ന് പകുതി ആകുമ്പോഴത്തേനാണ് ഞാൻ അറിഞ്ഞത് ഇത് ഷ്വൈനാണ്, അതായത് ഇത് പോർക്കാണെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇറ്റ്സ് ഓക്കെ. പുതിയ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ രീതി അനുസരിച്ചല്ലേ ജീവിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആക്കി ഇഷ്ടപ്പെട്ടങ്ങ് പോകണം. എന്നോട് മുമ്പ് ഇവിടെ ഉള്ളൊരു മലയാളി പള്ളിയിലച്ഛൻ ലോജനച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്ന് നമ്മുടെ നാട്ടിലത്തെ പോലെ ജീവിക്കണമെന്ന് നോക്കിയാൽ ഇവിടുത്തെ ജീവിതം നമുക്കത്ര ആസ്വദിക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾ ഇവിടെ ജീവിക്കുന്ന പോലെ കുറച്ചെങ്കിലും നമ്മൾ ഇവിടുത്തെ രീതി ജീവിക്കാൻ നോക്കിയാലേ സെറ്റാവുമെന്ന്. അങ്ങനെ ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ കുക്കീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുക്കീസ് ഉണ്ടാക്കാൻ അറിയില്ല. എൻ്റെ ഫ്രണ്ട് ക്രിസ്സാണ് കുക്കീസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുക്കീസ് ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് രാത്രി കഴിക്കാനുള്ള ഡൊണ്ണർ എന്ന് പറഞ്ഞൊരു സാധനം, ആക്ച്വലി ഇത് ടർക്കിഷ് ഫുഡാണ്, അത് വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു വലിയ ബണ്ണിനകത്ത് കുറേ സാധനം ഫില്ല് ചെയ്ത് വെച്ച് കയറ്റുന്നതാണ്, മീറ്റ്, വെജിറ്റബിൾസും ഒക്കെ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ സമയത്ത് ഈ ഒന്ന് ഫുൾ ഒരാൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് വാങ്ങി ഹാഫ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി നമ്മൾ ഉച്ചക്ക് കഴിച്ച ഫുഡ് വയറിൽ ഫുള്ളായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ, പ്രത്യേകിച്ച് ഹെവി ഫുഡ് കഴിച്ചാൽ എനിക്ക് കുറേ സമയത്തൊക്കെ അത് അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മളിവിടെ വീട്ടിലെത്തി. ഇനി കുക്കീസ് ഉണ്ടാക്കാൻ പോവുകയാണ്. കുക്കീസിൻ്റെ ഡവ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആദ്യം. അതിന്
ബട്ടർ എടുത്ത് അത് മെൽറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് ഇനി എന്ത് വേണം, 2 എഗ്ഗ് എടുത്ത് പൊട്ടിച്ചിട്ട് അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബട്ടർ ചൂടായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് എഗ്ഗ് കുറച്ച് കുക്കായ പോലെയാണ് ശരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയത്. എന്നാൽ അതിലത്തേക്ക് നമുക്ക് കാരമലൈസ് ചെയ്ത് ഷുഗർ പൗഡറൊക്കെ ഇട്ട ശേഷം നമുക്കതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. അതായത് മൈദാമാവ് ഇട്ട് നമ്മൾ അരിപ്പെടുത്ത് അരിച്ചരിച്ചരിച്ചെടുക്കണം. മെല്ലെ ഫൈൻ പാർട്ടിക്കിൾസായിട്ട് മാറ്റണം. ആക്ച്വലി ഇത് എനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ബിസ്ക്കറ്റൊക്കെ ആക്കുന്നത്. പിന്നെ അതുപോലെ ആ മാവ് കുഴച്ചെടുക്കണം. സത്യം പറഞ്ഞാൽ ഇതിന് ഒരുപാട് ക്ഷമ ആവശ്യമുണ്ട്. പേഷ്യൻസ് ആയിട്ട് ഇരുന്നാലേ ചെയ്യാൻ പറ്റൂ. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ഒന്നും സംഭവം ഇങ്ങനെ ക്ഷമയോടെ ഇരുന്ന് ചെയ്യുന്നതെന്ന് എനിക്ക് പറ്റില്ല. എനിക്ക് എല്ലാം സ്പീഡായിട്ട് വേണം. അത് ഇതാക്കി ഫ്രീസറിൽ ഇത്ര മണിക്കൂർ വെച്ച് പിന്നെ അതിനെ കട്ട് ചെയ്തെടുത്ത് ബേക്ക് ചെയ്യണം. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബട്ടർ കുക്കീസ്. അതിൻ്റെ സ്മെല്ലും ശരിക്കും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ക്രിസ്പി ക്രഞ്ചി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ബേക്ക് ചെയ്ത ശേഷം ഈ ഓരോ ബിസ്ക്കറ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ്സിൽ മുക്കിയിട്ട് അതിൻ്റെ മേലെ നമ്മളിങ്ങനെ നട്ട്സ് ഹേസൽ നട്ട്സിൻ്റെ പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് അതിനെ കുറച്ച് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ കുറേ ബട്ടർ കുക്കീസ് വെറുതെ തന്നെ എടുത്ത് കഴിച്ചു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഡെക്കറേഷൻ വർക്കിലാണ്. കണ്ടോ ഗൈസ്, പകുതി മിൽക്ക് ചോക്ലേറ്റ് പകുതി ഡാർക്ക് ചോക്ലേറ്റിൽ ഡെക്കറേഷൻ ചെയ്തെടുത്ത് നമ്മുടെ കുക്കീസ്. അങ്ങനെ കുക്കീസ് തന്നില്ല, അതെനിക്ക് പാക്ക് ചെയ്ത് അവൾ കൊടുത്തു വിട്ടു. പിന്നെ ഈ നമ്മൾ ഡൊണർ കഴിച്ചു. ഈ ഡൊണർ തന്നെ പകുതിയായി ഫുള്ളായി കഴിച്ചു. അങ്ങനെ ഞാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും വന്ന് അവളെന്നെ കൊണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ ബസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി. ഇവിടെ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ഒന്നവിടെ ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവറിൻ്റെ അടുത്തും പോവാം. ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓട്ടോമാറ്റിൽ നിന്ന് എടുക്കാൻ. ഞാൻ ഇതുവരെ അതിൽ നിന്ന് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കോയിൻ ഇടുന്നതും റൈറ്റ് സൈഡിൽ കാണുന്നത് നോട്ട് ഇടുന്നതും. ഞാനാണെങ്കിൽ ഇരുട്ടത്ത് കാണാതെ ഈ നോട്ട് ഇടുന്നതിൽ കോയിൻ ഇട്ട് വെച്ചത് സ്റ്റക്കായി. അങ്ങനെ അയാൾ വന്ന് പിന്നെ അത് എടുത്ത് തന്നു. ആദ്യം തലയെല്ലാം കൈവച്ച ഈശ്വരനെ എങ്ങനെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് എടുത്ത് തന്നു. അയാൾക്ക് ഇരട്ടിപ്പണിയായി. അയാൾ തന്നെ തന്നാൽ മതിയായിരുന്നു. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ വീട്. സോ അത് വളരെ നല്ലൊരു ഭാഗ്യമാണ്. അപ്പം ഞാൻ തിരിച്ചെത്തി. ബൈ.